ആരോഗ്യമന്ത്രിയായിട്ടുള്ള ചർച്ചയിലും അനുഭാവപൂർവ്വമായിട്ടുള്ളൊരു നിലപാടിലേക്കല്ല ആരോഗ്യമന്ത്രി വരുന്നത്. അതേപോലെ തന്നെ എൻ്റെ ആശമാരെ വെയിലത്ത് നിർത്തരുതെന്നടക്കമുള്ള നിലപാടുകളാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അതിനെക്കുറിച്ച് എന്താ? ആരോഗ്യമന്ത്രി അങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾ വെയിൽ കൊള്ളാൻ പാടില്ല, തണുപ്പടിക്കാൻ പാടില്ല, മഴ നനയാൻ പാടില്ല, സർക്കാരിന് വേണ്ടി ജോലി ചെയ്യണം, പക്ഷേ കാശ് തരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് പറഞ്ഞത്. സമരം ഇപ്പോൾ 38-ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. വീണ്ടും അടുത്ത ദിവസം ചേച്ചി അടക്കമുള്ള 3 പേരാണ് നിരാഹാരത്തിലേക്ക് പോകുന്നത്. അതെ. പക്ഷേ ഞങ്ങൾക്ക് നിരാഹാരം കിടക്കാനൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ അവസാനത്തെ ആയുധം എന്ന രീതിയിൽ ഞങ്ങൾ ഇതെടുക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ നിലപാട് അതിനേക്കാൾ കുറച്ചുകൂടെ ദുഷ്കരമായിരിക്കും. അല്ലാതെ പറ്റത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും നാളെ നിരാഹാരത്തിലേക്ക് തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. നിരാഹാര സമരം എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഒരു ദിവസം 3 പേരായിട്ടാണോ അതോ അനിശ്ചിതകാലത്തേക്ക് 3 പേരായിട്ടാണോ? എങ്ങനെ? അനിശ്ചിത നിരാഹാര സമരമാണ്. പക്ഷേ ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നെക്സ്റ്റ് ഞങ്ങൾ ആരെങ്കിലും എടുക്കും. അതെ, അനിശ്ചിതകാലം തന്നെയാണ്. ഇനിയും സർക്കാരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ചലിച്ചിട്ടില്ല. മുഖ്യമന്ത്രി തീർച്ചയായിട്ടും വരും. അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു മറുപടി കിട്ടും. ആ ഉറപ്പ് വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മുഖ്യമന്ത്രി ഇതുവരെ വന്നിട്ടില്ല. മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കും. ഞങ്ങളെ നാളത്തെ ദിവസം തന്നെ ചർച്ചയിൽ പരിഗണിക്കും എന്ന് ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്.